നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരുടെയും ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയുള്ള ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ വരുമാനം കിട്ടുമ്പോൾ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ബാക്കി മാത്രം സ്പെൻഡ് ചെയ്യാനൊക്കെ. പക്ഷേ പലപ്പോഴും എല്ലാവർക്കും ഇത് സാധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ സാധിക്കാറില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഡെയിലി നമ്മുടെ റുട്ടീൻ ലൈഫിൽ കാണുന്ന ഒരു റിയാലിറ്റിയാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിനെ മറികടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനാണ്. ആക്ച്വലി ആ ഒരു പ്ലാൻ ആയതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ നമ്മളതിനെ സീരിയസ് ആയി കാണാത്തതും അല്ലെങ്കിൽ നമ്മുടെ ചിലവ് കഴിയട്ടെ എന്ന് വിചാരിക്കണതും. നമ്മളിതിൽ എങ്ങനെയാണ് ചെറിയ വരുമാനമുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് 3-4 തരത്തിലൊന്ന് ചിന്തിച്ചാൽ അതിനെ നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള എക്സ്പെൻസിനെ നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. നമുക്ക് അനാവശ്യമായിട്ട് എത്ര വരുമാനം കുറവുള്ള വ്യക്തിക്കും അനാവശ്യമായിട്ടുള്ള കുറച്ച് ചിലവുകൾ ഉണ്ടാവും. ആ ചിലവിനെ മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യുക. അല്ലാതെ നമ്മുടെ എല്ലാ എക്സ്പെൻസിനെയും അല്ലെങ്കിൽ എല്ലാ ചിലവുകളെയും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് മണ്ടത്തരാവും. ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പ്ലാനിങ് നടക്കില്ല. കൺസിസ്റ്റൻ്റ് ആയി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമേ നമുക്ക് വലിയ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ആദ്യത്തെ കാര്യം നമ്മുടെ ആവശ്യമില്ലാത്ത ചിലവിനെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കയ്യിൽ നിന്ന് എല്ലാ മാസവും കാശെടുത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം നമുക്കതിന് ചിലപ്പോൾ സമയം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് കാശ് ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമേഷൻ കൊടുക്കുക. എല്ലാ മാസവും 10-ാം തീയതി, എല്ലാ മാസവും 2-ാം തീയതി ഇത്ര രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറും എന്നുള്ള രീതിയിൽ കണക്കാക്കുക. ഇനി ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു, നമ്മുടെ ചിലവുകളും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ശരിയായ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് മാറ്റി വെക്കാൻ പറ്റും, നിങ്ങളുടെ നിലവിലുള്ള ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾ എത്രത്തോളം രൂപ മാറ്റി വെക്കുന്നുണ്ടോ അവിടെയാണ് നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ നടക്കുക. സോ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമുക്കൊരു ബോണസ് കിട്ടുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഇൻകം കിട്ടുന്ന സമയത്ത് നമ്മളത് എക്സ്ട്രാ മാറ്റി വെക്കുക. അത് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ സഹായിക്കും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു പൈസയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ പറ്റും.